നമുക്കിന്നൊരു നാടൻ കൊഞ്ച് തീയൽ ഉണ്ടാക്കിയാലോ? ആദ്യമായി തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുക. തേങ്ങയെ നന്നായി വറുത്തെടുക്കണം. തേങ്ങ നന്നായി മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നീട് ആവശ്യത്തിന് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കുക. ഒരു അല്പം ഓയിലും കൂടി ഒഴിക്കണം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാമെന്ന് വിചാരിക്കണ്ട, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. പിന്നീട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇളക്കിക്കൊണ്ടേയിരിക്കുക. തേങ്ങ മൂപ്പെത്തുന്നത് വരെ നന്നായി ഇളക്കുക. ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കണം. ഏകദേശം ഇതേ പരുവം വരെ ഇളക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതിനുശേഷം പിന്നീട് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി ചേർക്കുക. ഇതിനായി നമുക്ക് കൊച്ചുള്ളിയും ഒരു സവാളയും ആവശ്യമുണ്ട്. കൊച്ചുള്ളിയും സവാളയും തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അത് അരിഞ്ഞ് വൃത്തിയായി എടുക്കുക. പിന്നീട് ഒരു പടവലങ്ങയുടെ 1/4 ഭാഗവും ഒരു മുരിങ്ങയ്ക്കയും വേണം. അതും നന്നായി അരിഞ്ഞെടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുടെ മിക്സ് അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. പിന്നീട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അല്പം കടുകും 2 വറ്റൽ മുളകും കൂടി ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളിയും പിന്നെ മുരിങ്ങയ്ക്കയും പടവലങ്ങയും ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 10-15 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് തന്നെ വേവിക്കണം. വേവിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൊഞ്ചിട്ട് നന്നായി ഇളക്കി അത് അടച്ച് അല്പനേരം മൂടി വയ്ക്കുക. അതിൽ നിന്നും വെള്ളം ഇറങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കൊഞ്ചും ഇട്ട ഉള്ളിയും വെന്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചു വെച്ച ആ തേങ്ങയുടെ മിക്സും കൂടി നമ്മൾ അതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ച് അല്പം വെള്ളവും കൂടി ചേർത്ത് മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി അടച്ച് വയ്ക്കുക. എണ്ണ തെളിയുന്നത് വരെ നമ്മൾ അടച്ച് വെച്ച് തന്നെ വേവിക്കണം. എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ റെഡിയായി. കൊഞ്ച് തീയൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു.